അപ്പോൾ നമ്മൾ സൂചിപ്പാറ വാട്ടർഫാൾസിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എൻട്രൻസിൽ വന്നു, ടിക്കറ്റ് എടുത്തു. മൊത്തം ഞങ്ങൾ 3 പേര് 490 രൂപ, പാർക്കിംഗ് ചാർജ് 40 രൂപയുണ്ട് 4 വീലറിന്. അപ്പോൾ ഡീറ്റെയിൽസൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് പോവാം. അത്യാവശ്യം പർച്ചേസ് ചെയ്യാനുള്ള, കുളിക്കാനൊക്കെ പോകാനുള്ള വാങ്ങിക്കാണ്ട് തോർത്ത് കാര്യങ്ങളും ബർമൂഡ, അതുപോലെ തന്നെ കുടിക്കാനുള്ള കൂൾ ഡ്രിങ്ക്സ് എല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ പ്ലാസ്റ്റിക് കുപ്പിയൊന്നും വെള്ളച്ചാട്ടത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ കടത്തി വിടത്തില്ല. എന്നുവെച്ചാൽ അവിടെ വെള്ളം കുടിവെള്ളത്തിനുള്ള സൗകര്യങ്ങളൊക്കെ ഫോറസ്റ്റുകാർ ഒരുക്കിയിട്ടുണ്ട്. ഫോറസ്റ്റിൻ്റെ അണ്ടറിലാണ് ഈ ഒരു വെള്ളച്ചാട്ടം ഉള്ളത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ മേപ്പാടിയിൽ നിന്ന് ഏകദേശം 13 കിലോമീറ്ററാണ് ഇങ്ങോട്ട് വരാനുള്ളത്, നമ്മുടെ പുത്തുമല റൂട്ട്. അപ്പോൾ നമ്മുടെ 2 സുഹൃത്തുക്കൾ ഇവിടെ വന്ന് കിട്ടിയാണ്. അവർ നമ്മളോടൊപ്പം ഉണ്ട്. അവരാണ് നമ്മളതിനെ കൊണ്ടുവന്നത്. ഒന്ന് ലാലേട്ടൻ, രണ്ടുപേരായിരുന്നു ശേഖർ. ഇപ്പോൾ 2 പേരുമാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. പിന്നെ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുമ്പോൾ സൂക്ഷിക്കുക, അതൊക്കെ നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് പോവാം. നല്ല ക്ലൗഡി ഏരിയ ആണ്. ഇപ്പം മുളയൊക്കെ ഇതിനകത്ത് ഒരുപാടുണ്ടെന്ന് തോന്നുന്നു, കാണുന്നുണ്ട് ഫോറസ്റ്റിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് കടക്കുമ്പോൾ. അപ്പോൾ ഇവിടെ സൈൻ ബോർഡ് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. ഇവിടെ ചെല്ലുമ്പോൾ നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള ഒരു അറിയിപ്പ്, റൂൾസ് കാര്യങ്ങളൊക്കെ ഇതൊക്കെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി പോവുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം, 500 പേർക്കേ ഒരു ദിവസം ടിക്കറ്റ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അത് ഓൺലൈനിലാണ് നമ്മൾ പണം അടയ്ക്കേണ്ടത്. അപ്പം ആളുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങളിപ്പോൾ വന്നപ്പോൾ ടിക്കറ്റ് എന്തായാലും കിട്ടി. എൻട്രൻസിൽ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലോട്ട് കയറി വരുമ്പോൾ ഇവിടെ ചെക്കിംഗ് ഉണ്ട്. ഉണ്ടോ പ്ലാസ്റ്റിക് കുപ്പികൾ കാര്യങ്ങളും നടത്തിയുള്ള അത് കംപ്ലീറ്റ് അവർ ചെക്ക് ചെയ്തിട്ടേ എടുത്തുള്ളൂ. ഇവിടെ ഫോറസ്റ്റിലെ സാറന്മാരൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഇവിടെ കൗണ്ടറിൽ കാണിച്ച് വെരിഫൈ ചെയ്തു. ഉണ്ടോ 490 രൂപ. ക്യാമറയ്ക്ക് 53 രൂപയാണ് ഇവിടെ പേ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങോട്ടൊക്കെ ഒരുപാട്, അപ്പോൾ ഞാൻ കാണിച്ചില്ല, ഒരുപാട് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ വരുന്ന വന്യജീവികളുടെയൊക്കെ കാര്യങ്ങൾ. മാലിന്യം ഇവിടെ വലിച്ചെറിയരുത്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അവിടെയാണ് കൗണ്ടറിൽ നിന്ന് ആളുകൾ വെരിഫൈ ചെയ്യുന്നത്. കണ്ടോ, ഇവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് ഇക്കോ ടൂറിസം മേഖലയിൽ അവിടെ സഞ്ചാര സ്വന്തം ഉത്തരവാദിത്തത്തിലാണെന്ന്. ഇതൊക്കെ വായിച്ചറിഞ്ഞു വേണം പോകാൻ. എന്നാ അടിപൊളി സ്ഥലമല്ലേ. കണ്ടോ, എങ്ങോട്ട് നോക്കിയാലും മുള, ഈറ്റ, ഇത് കാണാം, എല്ലിയും ഈറ്റയേ ഉള്ളൂ കേട്ടോ. ഇവിടെ തന്നെ നല്ല, അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ഇവിടെ നല്ല ഇപ്പോഴും നല്ല വെള്ളം. അല്ല, ഇക്കോ ടൂറിസത്തിനൊക്കെ ആക്കി കഴിഞ്ഞാലും നല്ല ക്ലീൻ ചെയ്തിട്ടാണ് അവർ ഇവിടെ ഇട്ടിരിക്കുന്നത്. കണ്ടോ, നമ്മൾ വഴിയിലോട്ട് നോക്കിയാൽ മൺവഴിയാണ്, പക്ഷേ നല്ല ക്ലീനാക്കി ഇട്ടേക്കുന്നത്, അടിച്ചു വാരി. അപ്പോൾ അതിൻ്റേതായ ഒരു വൃത്തിയൊക്കെ അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരാൾക്ക് 150 രൂപ കൊടുക്കുന്നതിൻ്റെ വലിയ നഷ്ടമൊന്നും തോന്നുന്നില്ല. പിന്നെ പാർക്കിംഗ് ഫീസ്, കാറാണ് പാർക്ക് ചെയ്തപ്പം 40 രൂപയും ക്യാമറയ്ക്ക് 53 രൂപയും. ദാറ്റ്സ് ഓൾ. എന്തായാലും നമുക്കൊരു വർത്തിയാണ് എന്ന് വിചാരിക്കാൻ. നമുക്കിനി വെള്ളച്ചാട്ടത്തിലോട്ട് ചെല്ലുമ്പോൾ ബാക്കി കാര്യങ്ങൾ അറിയാം. നടന്ന് നമ്മൾ ഏകദേശം എത്താറായി. ഇവിടെയൊക്കെ ഇരുന്ന് വിശ്രമിക്കാനുള്ള ഷെൽട്ടറുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, ഫോറസ്റ്റിൻ്റെ വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബോർഡ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. എല്ലായിടത്തും നോക്കിയാൽ എന്തൊക്കെ ഇൻസ്ട്രക്ഷൻ, അതുപോലെ എന്തൊക്കെ നോക്കണം കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്നാലും നല്ല വൃത്തി തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നടന്നു പോകാനൊക്കെ കല്ലൊക്കെ പാകി തന്നേക്കുന്നതുകൊണ്ടൊക്കെ തന്നെ നല്ല, ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് വലിയ ബുദ്ധിമുട്ടില്ലാത്ത പ്രായവർക്ക് പോലും കുട്ടികൾക്കും എല്ലാവർക്കും ഇവിടെ വന്ന് പോകാവുന്നതാണ്. പിന്നെ വന്യജീവികളെയൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ മാന ഇതിനൊക്കെ ഉണ്ടാകുന്നത് നമ്മുടെ ഭാഗ്യമായിരിക്കും, അത് കാണാൻ പറ്റുമത്. ഇവിടെ ഉണ്ടോ മലയണ്ണാൻ്റെ ഫോട്ടോയൊക്കെ. ഇങ്ങനെ മുന്നോട്ട് കുറേ വരുമ്പോൾ ഇവിടെ ഒരു ബോർഡുണ്ട്, മൊത്തം ക്ലവ് വരെ നശിച്ചു പോയതാണ്. ഇതിനകത്ത് നമ്മുടെ കടമ്പനിട്ടയുടെ നല്ലൊരു കവിതയുടെ ഒരു വരി തന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അടിമണ്ണിലൂടെ നീരുറവയായി, നീ മരമായി, മനുഷ്യനായി, പൊഴിയുന്ന മഴയായി, ഒഴുകുന്ന പുഴയായി, വിടരുന്ന പൂവായി, അഴകായി, സൂര്യൻ്റെ കിരണമായി, നന്മതൻ സ്ഫുരണമായി എന്ന് നമ്മുടെ കടമ്പനിട്ടയുടെ ആ ഒരു പ്രശസ്തമായ വരികളൊക്കെ ഇവിടെ ഈ ഒരു ബോർഡിലും ഈ മനസ്സിൽ എഴുതി വെച്ചിട്ടുണ്ട്. വന്യജീവി വകുപ്പിനൊപ്പം ഭൂമിക്കും ഭാവിക്കും വേണ്ടി എന്ന് എഴുതി. പക്ഷേ അത് കൃത്യമായി ഇതെല്ലാം ഒന്ന്
മഴ കൊണ്ടൊക്കെ ആയിരിക്കും ഈ ബോർഡ് ഇങ്ങനെ പോയേക്കുന്നത്. പുതിയൊരു ബോർഡ് വെച്ചിരുന്നെങ്കിൽ നല്ലതാണ് എന്ന ഒരു സജഷൻ എനിക്ക് തോന്നിയത് കണ്ടപ്പോൾ. അത്ര നല്ല അർത്ഥവത്തായ വരികളൊക്കെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ എങ്ങോട്ട് ഒരു നല്ലൊരു ചില്ലിങ്ങാണ്, നല്ലൊരു തണുത്ത ഒരു ക്ലൈമറ്റിക് അവസ്ഥ. അപ്പോൾ എങ്ങോട്ടൊക്കെ മടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കണ്ട. അതുകൊണ്ട് ഇവിടെ വനംവകുപ്പ് ഇതുണ്ട്, നമുക്ക് വേണ്ടി ഇവിടെ ഇരിക്കാനൊക്കെയുള്ള കസാരയൊക്കെ നമുക്ക് ബെഞ്ചുകൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട്സ് കണ്ട് ഫ്രണ്ടിലുണ്ട്, അവരൊക്കെ ഇവിടെ വന്ന് എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ഓക്കെ, ഇവിടെ വന്ന് നമുക്ക് റെസ്റ്റ് എടുത്ത് നമുക്ക് പോകാം. ഈ നമുക്ക് പോകുന്ന വഴികളിലെല്ലാം ഇതുപോലെ മരം ഇങ്ങനെ തണലിങ്ങനെ തന്നുകൊണ്ടിരിക്കും. അപ്പോൾ വെയിലുണ്ടെങ്കിൽ പോലും നമ്മൾ മടുക്കാതെ നമുക്ക് ഇറങ്ങി വന്ന് ഇതൊക്കെ ഒന്ന് കാണാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കല്ല് പാകിയ വഴികളിലൂടെ ഇറങ്ങി ഇത് താഴേന്ന് നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദമൊക്കെ കേട്ടു തുടങ്ങി. അപ്പോൾ എന്നാ നിങ്ങൾ നേരത്തെ ഇവിടെ വന്നിട്ടുള്ളതല്ലേ? ആദ്യമല്ല, നമ്മുടെ ലാലുവണ്ണം വന്നിട്ടുണ്ട്. ഇല്ല, കാരണം ഇവർ നമ്മുടെ അരണമലയുള്ള ഇന്നലത്തെ വീഡിയോയിലൊക്കെ നമ്മൾ പരിചയപ്പെട്ടതാണ്, നമ്മുടെ ഇവിടെ തന്നെയുള്ള പ്രദേശവാസികളാണ്. അപ്പോൾ അവരും ആദ്യമായിട്ടാണ് വരുന്നതെന്നാണോ? ആദ്യമായിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്നാലും നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പോയി കാണാം. വെള്ളത്തിലൊന്നും ഞങ്ങൾ ഇറങ്ങി കളിക്കുന്നൊന്നുമില്ല, നമ്മൾ ആ വിഷ്വൽ മാത്രം പകർത്തി വരുന്നതേ ഉള്ളൂ. കാരണം ഇന്ന് തന്നെ അടുത്ത സ്ഥലത്തേക്ക് പോകാനും ഉണ്ട്. പിന്നെ തീർത്തും എല്ലാ മാക്സിമം സ്ഥലം കാണുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉദ്ദേശം. ഇനിയിപ്പോൾ നമ്മളിതുപോലെ വെള്ളച്ചാട്ടമൊക്കെ കണ്ടൊരു മഴയാണെങ്കിലോ ഇനി ഭയങ്കരമായിട്ട് മടുത്തെങ്കിലോ ഒക്കെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ഇത് കണ്ടോ, ഇതുപോലുള്ള ചെറിയ ഷെൽട്ടറുകളൊക്കെ പല സ്ഥലങ്ങളിലും ഉണ്ട്, അല്ലാതെ വന്നിരിക്കാനും ഉണ്ടോ. ഇപ്പോൾ ഒരു ദിവസം ലിമിറ്റ് വെച്ചേക്കുന്നതാണ് 500 പേരെ കടത്തി വിടുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റേതായ ഒരു ആരോഗ്യങ്ങൾ കുറവുണ്ട്. എന്നാലും താഴെ ചെല്ലുമ്പോൾ അറിയാം ഒരുപാട് പേര് പോയിട്ടുണ്ട്. എന്തായാലും നല്ല കാര്യമാണ്. ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലിങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇച്ചിരി സ്ട്രിക്റ്റ് ആയതുകൊണ്ടും അതുതന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽ നമ്മുടെ അല്ലാത്ത ബോട്ടിലുണ്ട്, സ്റ്റീൽ പാത്രവും അങ്ങനെയൊക്കെയുള്ള സ്റ്റീൽ പാത്രം എന്തോ അത് അങ്ങനെയുള്ള ഇതിൽ ഫ്ലാസ്കുകളിലും ഒക്കെ വെള്ളം കടത്തിവിടും. പക്ഷേ പ്ലാസ്റ്റിക്കിൻ്റെ യാതൊരുവിധ കാര്യങ്ങളുമില്ല. ഇപ്പോൾ 8 പോസ്റ്റ് 1 വരുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്തിട്ടേ വിടത്തുള്ളൂ. അങ്ങനെ എന്തെങ്കിലും ഒരു മിഠായിക്കാർ പോലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കടത്തി കൊടുത്തില്ല, അതവിടെ വാങ്ങി വയ്ക്കും. അതാണ് അത്രയ്ക്കും നല്ല. ഇപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ സംസാരിക്കാതിരിക്കുമ്പോൾ തന്നെ പല കിളികളുടെയൊക്കെ സൗണ്ട് കേൾക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട്. നല്ല ശബ്ദം കേൾക്കുന്നുണ്ട്. അത് നമ്മൾ എൻട്രൻസിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ 1 കിലോമീറ്ററോളം ഇതുപോലുള്ള ഈ ഒരു കല്ലുപാകിയ വഴികളിലൂടെ നമുക്ക് നടക്കണം. യാതൊരു റിസ്ക്കുമില്ല, സുഖമായിട്ട് വരാം. അതുപോലെ തന്നെ ഇതുപോലെ ഇല്ലി, ഈറ്റ മുതലായ മരങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു കൂളിംഗ് ക്ലൈമറ്റാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങുന്ന ആ ഒരു മുകളിലെ ഒരു സീനറി ഇവിടെ കാണാം. ഒരു പ്രകൃതിയുടെ ഒരു ഭംഗി നമുക്ക് ഇവിടുന്നേ നമുക്ക് ആസ്വദിച്ച് മലകളുടെ ഇടയിലൊക്കെ ഉള്ള ആ ഒരു കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാം. പിന്നെ നമ്മുടെ വരുന്ന വഴി കാര്യങ്ങളും പിന്നെ വിദേശികളൊക്കെ ഇവിടെ വന്ന് പോകുന്നു ുള്ള കാര്യങ്ങളാണ് കാണുന്നത്. ഹലോ, അപ്പോൾ നമ്മൾ ഇറ്റലിയിൽ നിന്ന് വന്ന ഇറ്റലി ഇറ്റലിയിൽ നിന്ന് വന്ന നമ്മുടെ വാട്ട്സ് യുവർ നെയിം? David. Okay, how many people are coming? 3 friends. 3 friends. അവർ 3 ഫ്രണ്ട്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവരും സൂചിപ്പാറ വാട്ടർഫാൾസ് കാണാമെന്നാണ് നമ്മളോട് സംസാരിച്ചത്. സൂചിപ്പാറ, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. Swim. Yes, it's allowed. Nice. Okay, thank you. We are coming to waterfall. See it. Okay, അപ്പോൾ അവരൊക്കെ കണ്ടു നമ്മുടെ. ഓക്കെ, അപ്പോൾ ഇവർ ഇറ്റലിയിൽ നിന്ന് ഇവിടെ വന്നിട്ട് 3 മാസം എന്ന് പറഞ്ഞാൽ ആഗ്ര, കർണാടക, പിന്നെ ഹരിദ്വാർ ഇവിടെയൊക്കെ ആയിരുന്നു എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ നമ്മൾ വാട്ടർഫാൾസിലോട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പുകൾ ഇറങ്ങി നമ്മൾ പോവുകയാണ്. ഇവരോടൊക്കെ സംസാരിക്കാൻ പറ്റിയത് തന്നെ കാണാൻ പറ്റിയത് നല്ല കമ്പനി കേട്ടോ. ഒരു വീഡിയോ എടുത്തോട്ട് അത് വെച്ചപ്പോൾ അവർ എടുത്തോളാൻ പറഞ്ഞു. നമുക്ക് നല്ല സപ്പോർട്ടായിരുന്നു. അയ്യോ, പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. കണ്ട, മാലിന്യം വലിച്ചെറിയരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കാടിൻ്റെ ഭംഗി ഇവിടെ നിലനിർത്താൻ വേണ്ടി
ഈ മരങ്ങളും ഒക്കെ കാഴ്ചകൾ കാണാൻ വളരെ വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യം തന്നെ. ഇത് കണ്ടോ, നമ്മൾ ഇറങ്ങി വന്ന സ്റ്റെപ്പാണ്. ഇവിടെ നാഷണൽ പാർക്കുകളുടെ ഒരു ലിസ്റ്റ് തന്നെ ഇവിടെ എഴുതുന്നുണ്ട്. പക്ഷേ ചെളിയൊക്കെ പറ്റിയിട്ട് കൊണ്ട് അത് ക്ലിയർ അല്ല. ഏരിയയും എന്ന് ഫോം ചെയ്തു എന്നൊക്കെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ നാഷണൽ പാർക്കുകളെ പറ്റി എഴുതി വെച്ചിട്ടുണ്ട്. 17 നാഷണൽ പാർക്കുണ്ട്. അതോടൊപ്പം തന്നെ കടലുണ്ടി മുളങ്കാവ് കമ്മ്യൂണിറ്റി റിസർവ് സ്റ്റേഷൻ എത്രണ്ണമുണ്ട്, 2 അതും എല്ലാം ഇതിനകത്ത് കംപ്ലീറ്റ് ഫോറസ്റ്റ് എഴുതി വരുന്നതുണ്ട്. അപ്പോൾ ഒരുപാട് ഇവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ വനങ്ങളെപ്പറ്റി പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ തന്നെ പല സൈൻ ബോർഡിലും ഇതുപോലെ എഴുതി വരുന്നുണ്ട്. അപ്പോൾ വളരെ യൂസ്ഫുള്ളായിട്ട് നമുക്ക് ഇവിടെ പ്രയോജനപ്പെടുത്താം ഇങ്ങനെയുള്ള അറിവുകൾ നേടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ മറ്റൊരു കല്ല് പാകിയിൽ നമ്മൾ ഇവിടെ വന്നപ്പോൾ കണ്ടോ, അതേ ഉരുളങ്കല്ലെല്ലാം ഭംഗിയായിട്ടാണ് കൊത്തി വെച്ചേക്കുന്നത്. ഇറങ്ങിപ്പോണ വഴിയാണ്. അപ്പോൾ നമ്മൾ ഈ കൈവഴിയിലൊക്കെ പിടിച്ച് നമുക്കിനി ഇറങ്ങിപ്പോവാം. കാടിൻ്റെ ഒരു പച്ചപ്പും എല്ലാം നമുക്ക് പൂർണ്ണമായിട്ട് ഇവിടെ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അത് ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ഇവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊന്നുമില്ല, യാതൊരുവിധ ഇതുമല്ല. പിന്നെ ഞാൻ ഇറങ്ങി വരുമ്പോൾ ഇതാ പക്കാ സേഫ്റ്റിയിലാണ് ഇതെല്ലാം ചെയ്തേക്കുന്നത്. അപ്പോൾ അടിപൊളി. ഇവിടുന്ന് വെള്ളച്ചാട്ടം വിസിബിളായി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ അണ്ണന്മാരുള്ളതുകൊണ്ട് നമുക്ക് വളരെ സപ്പോർട്ടായിരുന്നു. വെള്ളച്ചാട്ടം വെള്ളം കുറവാണ്, എന്നാലും സൂപ്പറാട്ടം. അത് ഒരുപാട് ആൾക്കാരുണ്ട് ഇതിനകത്ത് കുളിക്കുവാണ്. നമുക്ക് പോയി നോക്കാം മുമ്പോട്ട്. വേണ്ട, ഈ കൈവരിയുള്ള ഇങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് തിരിച്ചൊക്കെ ഇറങ്ങി പോവാം. ഒരു ബുദ്ധിമുട്ടുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വെള്ളച്ചാട്ടങ്ങളെ കാണുമ്പോൾ പല ഇടവഴികളിലൂടെയൊക്കെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ മണ്ണും കല്ലും ഇതൊക്കെ ഇവർ തന്നെ ഫോറസ്റ്റുകാർ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇങ്ങനെ ചെയ്തു തന്നേക്കുന്നതുകൊണ്ട് അതിനൊരു ബിഗ് സല്യൂട്ട് കേട്ടോ. കാരണം നല്ല രീതിയിലുള്ള ഒരു സേഫ്റ്റി പ്രിക്കോഷൻസ് നമുക്കിവിടെ തന്നതുകൊണ്ട് തന്നെ പേടിക്കണ്ട, ആർക്കും വന്നു പോകാം. ഇവിടെ എല്ലാം മാലിന്യം വലിച്ചെറിയുന്നുള്ള എഴുതി വെച്ചിട്ടുണ്ട്. ആളുകളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് തന്നെ വാട്ടർഫാൾസ് കണ്ടു തുടങ്ങി. താഴെ ഒരുപാട് ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇല്ലിമരം എൻ്റെ ചോട്ടിൽ തന്നെ വഴി പോയേക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷനിലേക്ക് എത്തി. അപ്പോൾ ഇവിടെ ഷെൽട്ടർ അടിച്ച് ഇവിടെ നമ്മളെ കൺട്രോൾ ചെയ്യാനുള്ള സെക്യൂരിറ്റി കാര്യങ്ങളുണ്ട്. ഇവിടെ വന്നപ്പോഴത്തേനും ഞാൻ വേർത്തു. അപ്പോൾ അതേ നമ്മുടെ പുറകിലൊക്കെ ആളുകൾ കുറേ പേര് കുളിക്കുന്നു, കുറേ പേര് ഫോട്ടോ എടുക്കുന്നു, അങ്ങനെ പല. പിന്നെ അവിടെ ഉണ്ടല്ലോ നമ്മുടെ മുണ്ടകൈ മറ്റേ ഉരുൾപൊട്ടൽ സമയത്ത് ആ മഴയത്ത് ഒരു കാർ അവിടെ നിന്ന് ഒലിച്ച് വന്നിട്ടുണ്ട്. അത് നമുക്ക് കാണാമോ എന്ന് നോക്കാം. അതൊന്ന് പോയി നോക്കാം. അപ്പോൾ നമ്മൾ ആ റോഡിനകത്തേക്ക് എന്നാ മിനുസമെന്ന് നോക്കിയിട്ടുണ്ടോ പാറയൊക്കെ. ആളുകൾ വന്ന് നേരിട്ട് കുളിക്കാനൊക്കെ ഇറങ്ങുന്നു. കെട്ടിയെടുത്ത പോലെ. അയ്യോ, വലിപ്പമുണ്ടോ, ബ്ലേഡ് പോലെ ഇരിക്കുന്നു. അപ്പോൾ നമ്മൾ കണ്ട ഇറ്റലിക്കാരൊക്കെ ഇവിടെ ഉണ്ട്. വെള്ളമൊക്കെ ഒരിഞ്ഞ് ഇടുക്കാറ്റ് സ്ഥലം പോകാൻ ഏകദേശം 660 അടി ഉയരത്തിലാണ് വെള്ളം ഇങ്ങോട്ട് വരുന്നതെന്നാണ് നമ്മൾ പുസ്തകമൊക്കെ കണ്ടത്. അപ്പം ഈ കുത്തിന് മുകളിലേക്ക് ഇനിയുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഉണ്ട് നമ്മുടെ അമ്മമാരും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഒരു കാറ് ഒഴിച്ച് കിടക്കുന്നത്. നമുക്കതൊന്നും പോയി നോക്കാമല്ലോ. നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം, എന്തായാലും നോക്കാം. ആ ഒരു വെള്ളപ്പൊക്കം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ സീസൺ സമയത്തൊക്കെ വരുവാണെങ്കിൽ എന്ത് വെള്ളം നിറഞ്ഞ് വെള്ളം വരുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് ടിച്ചിന് ഒരു സൈഡിൽ കൂടെ മാത്രമാണ് വരുന്നത് വെള്ളം. നമുക്ക് ഈ വ്ലോഗ് നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഒരു കാര്യം കൂടെ ഉണ്ട്, കണ്ടിട്ട് കാണിച്ചിടാവേ കേട്ടോ. കാണാമെന്ന് പറയാം, നമ്മുടെ മുണ്ടക്കയിൽ ആ
വെള്ളപ്പൊക്കം അപ്പോൾ നമ്മുടെ ഉരുൾപൊട്ടൽ ഉണ്ടായില്ലേ, അന്നേരം ഒലിച്ചു വന്ന കാറിൻ്റെ പാഴ്സാണ് കിടക്കുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു വണ്ടിയാണ് തന്നെ. എന്ത് ദാരുണമായൊരു സംഭവമായിപ്പോഴേ. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. നമുക്കിപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ കാഴ്ചകളൊക്കെ ഭംഗിയാണ്. എന്തായാലും നഷ്ടമൊന്നുമില്ല. 150 രൂപയ്ക്ക് നമുക്ക് ടിക്കറ്റ് എടുത്താൽ അത്ര നല്ല സേഫ്റ്റി കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നുമില്ല, അതുകൊണ്ട് കാഴ്ചകൾ കണ്ടൊക്കെ വരാം. അപ്പോൾ ഈ മനോഹര കാഴ്ചകളെ കൊണ്ട് നമുക്ക് ഇവിടുന്ന് തിരിയാം. നമ്മളിവിടുന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.